കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നത് കേട്ടോ ഒരു പ്ലം കേക്ക് ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഇന്നലെ ഞാൻ എന്തായാലും കേക്ക് ഉണ്ടാക്കി. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടാലോ? ഞാനിപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒരു കുപ്പി ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് അതേ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുറച്ച് വീതം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തീയങ്ങ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം ഇതൊന്ന് ആ ചൂടൊക്കെ മാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ട് അതിലേക്ക് 2 മുട്ട, അല്പം ഉപ്പ്, 1 സ്പൂൺ പഞ്ചസാര ഇത്രയും കൂടെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 സ്പൂൺ വാനില എസൻസും പിന്നെ 2 സ്പൂൺ നെയ്യും. ഞാനിപ്പോൾ നെയ്യാണ് ചേർത്തേക്കുന്നത്, ഓയിലൊന്നും എടുക്കുന്നില്ല. നെയ്യില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും എടുക്കാം, 2 സ്പൂൺ എടുത്താൽ മതി. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ച് അതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1.5 ഗ്ലാസ് മൈദ മാവ്, 3 സ്പൂൺ കൊക്കോ പൗഡർ, 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 സ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ 1 സ്പൂൺ പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതെല്ലാം കൂടെ പൊടിച്ച മിക്സ് ഉണ്ടല്ലോ അത് 1 സ്പൂൺ, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് യോജിച്ച് വരുന്നത് പോലെ ഒന്ന് മിക്സ് ചെയ്യണം. ശേഷം ഇതിലേക്ക് നമ്മൾ ആ ഡ്രൈ ഫ്രൂട്ട്സും പഞ്ചസാരയും മിക്സ് എടുത്ത് മാറ്റി വെച്ചില്ലേ അത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ മുട്ടയൊക്കെ അടിച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കുക. അതുകൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സ് ആക്കണം. ഞാനിപ്പം ഓയിലൊന്നും ഈ കേക്കിലോട്ട് ചേർക്കാത്തതുകൊണ്ട് ഈ കേക്ക് കട്ടിയായി പോകുമെന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. നെയ്യ് ചേർത്താലും നല്ല സോഫ്റ്റ് അടിപൊളി കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഒരു കേക്ക് ടിന്നെടുത്ത് അതിലേക്ക് ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ചുവടുകട്ടിയുള്ളൊരു പാത്രം 5 മിനിറ്റ് അടുപ്പത്ത് വെച്ച് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് കേക്ക് ടിൻ ഇറക്കി വെച്ച് അടച്ച് മുകളിലൊരു വെയിറ്റും വെച്ചിട്ട് ഒരു 40-45 മിനിറ്റ് വെച്ചിട്ടാണ് കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മുടെ കേക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി സോഫ്റ്റ് കേക്കാണ് കേട്ടോ. ഇനി ഒരു പരിപാടിയും കൂടെ ഉണ്ട് ഇതിൻ്റെ മുകളിൽ, അതെന്താണെന്ന് കാണിച്ചു തരാം. ഈർക്കിൽ വെച്ച് ഇതുപോലെ ഇങ്ങനെ കുത്തി കൊടുക്കുക. എന്നിട്ട് ഒരു 3-4 സ്പൂൺ പഞ്ചസാരയും അതേ അളവിൽ വെള്ളവും കൂടെ അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുത്തിട്ട് ആ ചൂടോടുകൂടി തന്നെ ഈ കേക്കിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ തന്നെ ഒരു ദിവസം ഫുള്ള് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. എന്നിട്ട് മാത്രമേ കേക്ക് ടിന്നിൽ നിന്ന് ഇളക്കിയിട്ട് അത് മുറിച്ച് ഉപയോഗിക്കാനായിട്ട് എടുക്കാവുള്ളൂ. ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ കേക്ക് തയ്യാറാക്കിയൊക്കെ വെച്ചിട്ട്. ഇനി കേക്ക് ടിന്നിൽ നിന്ന് ഇളക്കിയിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. നല്ല അടിപൊളി നല്ല സോഫ്റ്റ് കേക്കാണ്. ആ പ്ലം കേക്കിൻ്റെ അതേ ടെക്സ്ചറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ക്രിസ്മസ് ഒക്കെ ആയിട്ട് എല്ലാവരും പ്ലം കേക്കൊക്കെ ഉണ്ടാക്കി കഴിച്ച് കാണുമല്ലോ. എല്ലാവർക്കും അന്നേരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.